വിശദമായ വാർത്തയിലേക്ക്. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബാലറ്റ് പെട്ടി കാണാതായ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി 4 ആഴ്ചക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ശ്രീലക്ഷ്മി ചേരുന്നു. ശ്രീലക്ഷ്മി, പെരിന്തൽമണ്ണ വിഷയത്തിൽ 4 ആഴ്ചക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. എന്തൊക്കെയാണ് കോടതിയുടെ നിർദ്ദേശങ്ങളിൽ പറയുന്നത്? ഫിജി, പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബാലറ്റ് പെട്ടി കാണാതായ സംഭവത്തിലാണ് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ പെരിന്തൽമണ്ണയിലെ ട്രഷറിയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന ബാലറ്റ് പെട്ടികളിൽ ഒന്നാണ് മലപ്പുറം ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്ന് കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടെണ്ണലിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ KPM മുസ്തഫ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥിയായ നജീബ് കാന്തപുരത്തിന്റെ വിജയം ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഹർജി സമർപ്പിച്ചത്. ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾക്കിടയിലാണ് ഈ ബാലറ്റ് വോട്ട് പെട്ടികൾ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനായി കോടതിയിലേക്ക് ഈ ബാലറ്റ് പെട്ടികൾ കൊണ്ടുപോകാൻ വേണ്ടി സ്ട്രോങ് റൂം തുറക്കുന്ന ഒരു സമയത്താണ് സൂക്ഷിച്ചിരുന്ന 3 ബാലറ്റ് പെട്ടികളിൽ 1 കാണാതായ വിവരം പുറത്തു വരുന്നത്. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ 22 കിലോമീറ്റർ മാറി സഹകരണ രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നാണ് ഈ ബാലറ്റ് പെട്ടി കണ്ടെത്തിയത്. ഇത് വളരെ വിവാദമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് അന്വേഷണം നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. സബ് കളക്ടർ ഈ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് ഇത്തരത്തിൽ ബാലറ്റ് പെട്ടി മാറിപ്പോകാൻ കാരണമെന്നായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത്തരമൊരു സംഭവത്തിൽ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ബാലറ്റ് പെട്ടികൾ വോട്ടെണ്ണലിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് പരിശോധന നടത്താൻ അനുമതി നൽകുകയും ഹൈക്കോടതി രജിസ്ട്രാറുടെ സാന്നിധ്യത്തിൽ കേസിൽ കക്ഷികളായ സ്ഥാനാർത്ഥികളും അഭിഭാഷകരും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകരും ഉൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പരിഗണിക്കവെയാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ പരിശോധന തുറന്ന കോടതിയിൽ നടത്തുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഇത് തുറന്ന കോടതിയിൽ പരിശോധിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഫിജി. ശരി ശ്രീലക്ഷ്മി, പെരിന്തൽമണ്ണയിലെ ബാലറ്റ് പെട്ടിയും പോസ്റ്റൽ ബാലറ്റും കാണാതായതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്.